സ്വർണ്ണവില റോക്കറ്റ് പോലെ കുതിച്ചു വരികയാണല്ലേ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സ്വർണ്ണവില ഇടയ്ക്ക് കൂടുകയും കുറയുകയും ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന്? എക്കണോമി അൺസ്റ്റേബിൾ ആകുമ്പോൾ സ്വർണ്ണവില കൂടാനുള്ള കാരണം എന്താണ്? ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ സ്വർണ്ണവില കൂടുമോ, അതോ ഇതൊക്കെ വെറുതെ പറയുന്നതാണോ? എന്നാൽ ഇതിന്റെ എല്ലാം ഉത്തരമാണ് ഇന്ന് വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. 10 റിയൽ റീസൺ ബിഹൈൻഡ് ഗോൾഡ് പ്രൈസ് ഫ്ലക്ച്വേഷൻസ്. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ഫ്രീഡം മലയാളം മണി ചാനലിലേക്ക് സ്വാഗതം. ഈ സ്വർണ്ണവില കൂടുന്നതിനും കുറയുന്നതിനുമുള്ള ഒരു പ്രധാന ഫാക്ടറാണ് ഡിമാൻഡ് സപ്ലൈ. നോർമലി ഒരു ഡിമാൻഡ് സപ്ലൈ എന്താണ്? അതായത് ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് ഒരു വസ്തുവിന്റെ സപ്ലൈ കൂടുന്നു. സപ്ലൈ കൂടുമ്പോൾ ആ വസ്തുവിന്റെ ഡിമാൻഡ് കുറയുന്നു. ഈ സ്വർണത്തിന്റെ കാര്യത്തിലും ഈ ഒരു പ്രോസസ് തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ നിരവധി ആളുകൾക്ക് സ്വർണം വേണം, പക്ഷേ സ്വർണത്തിന്റെ അളവ് കുറവാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സ്വർണത്തിന്റെ വില വർദ്ധിക്കുന്നു. ഒരു പക്ഷേ സ്വർണം ആർക്കും തന്നെ ആവശ്യമില്ല, ഒത്തിരി സപ്ലൈ ചെയ്തു, ആളുകൾക്കെല്ലാം വേണ്ട വിധത്തിലുള്ള സ്വർണം കിട്ടി, പക്ഷേ വീണ്ടും മാർക്കറ്റിൽ സ്വർണത്തിന്റെ അളവ് ബാക്കിയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സ്വർണത്തിന്റെ വില കുറയുന്നു. ഈ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണ് ആദ്യത്തെ ഫാക്ടറായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2020 കോവിഡിന്റെ സമയത്ത് മാർക്കറ്റിൽ ഈ സൊസൈറ്റിക്കുള്ളിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് വളരെയേറെ വർദ്ധിച്ചു. ആ സമയത്ത് സ്വർണത്തിന്റെ വില റെക്കോർഡുകൾ ഭേദിച്ചിരുന്നു. ഏകദേശം ഗ്രാമിന് 5600 രൂപയാണ്. ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന സ്വർണ്ണ വിലയായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടായത് ഈ ഒരു ഡിമാൻഡ് സപ്ലൈ തിയറിയാണ്. ആളുകൾക്ക് ഒത്തിരി സ്വർണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു, പക്ഷേ അത് വാങ്ങാനുള്ള ആ ഒരു അവൈലബിലിറ്റി ഇല്ലായിരുന്നു. അത് കാരണം ഉള്ള സ്വർണത്തിന് കൂടുതൽ വില നൽകി മേടിക്കേണ്ടി വന്നു. ഈ സ്വർണത്തിന്റെ വിലയിൽ ചേഞ്ചസ് വരുന്നതിനുള്ള രണ്ടാമത്തെ ഒരു ഫാക്ടറാണ് സെൻട്രൽ ബാങ്ക് റിസർവ്. ഗവൺമെന്റും അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കുകളും സ്വർണത്തിനെ ഒരു റിസർവ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു പക്ഷേ ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കുകൾ ഒരുപാട് സ്വർണം അവരുടെ റിസർവിനായിട്ട് അവർ വാങ്ങുകയാണെങ്കിൽ മാർക്കറ്റിൽ സ്വർണത്തിന്റെ അളവ് കുറയുകയും അങ്ങനെ മാർക്കറ്റിൽ ഈ ഒരു സ്വർണത്തിന്റെ പ്രൈസ് ഇൻക്രീസ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഒരു പക്ഷേ ഈ ബാങ്കുകളോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിലോ ആവശ്യത്തിലധികം സ്വർണം വരികയും ആ സ്വർണം അവർ വിൽക്കുകയും ചെയ്യുമ്പോൾ മാർക്കറ്റിൽ സ്വർണത്തിന്റെ വില ഓട്ടോമാറ്റിക്കലി കുറയുകയും ചെയ്യുന്നു. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2022 സെൻട്രൽ ബാങ്ക് ഗ്ലോബലി ഏകദേശം 1136 ടൺ സ്വർണം അവർ റിസർവ് ആയിട്ട് എടുത്തു വെക്കുകയായിരുന്നു. ആ ഒരു ടൈം പീരീഡിൽ മാർക്കറ്റിലെ ബാക്കി ആളുകൾക്ക് സ്വർണം മേടിക്കുന്നതിന് വലിയ വില കൊടുക്കേണ്ടി വന്നിരുന്നു. അതായത് ഉള്ള സ്വർണം അവർ റിസർവ് ചെയ്യുകയും ബാക്കിയുള്ള സ്വർണത്തിന് കൂടുതൽ പണം നൽകി വാങ്ങേണ്ട ഒരു അവസ്ഥയുമാണ് ഉണ്ടായത്. ഒരുപക്ഷെ ഈ സ്വർണം തന്നെ അവർ മാർക്കറ്റിലേക്ക് വിൽക്കുകയാണെങ്കിൽ സ്വർണത്തിന്റെ വില ഓട്ടോമാറ്റിക്കായി കുറയുകയും ചെയ്യുന്നു. മൂന്നാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ഇൻഫ്ലേഷൻ ആൻഡ് കറൻസി വാല്യൂ. ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? പണപ്പെരുപ്പം. അതായത് ആളുകളുടെ കയ്യിൽ കൂടുതൽ പണമുണ്ട്. നമ്മുടെ കയ്യിൽ പണം ലഭിക്കുമ്പോൾ നമ്മൾ സാധാരണ എന്താണ് ചെയ്യുന്നത്? ഒന്നുകിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങുന്നു. ഓട്ടോമാറ്റിക്കലി ആളുകൾ സ്വർണം വാങ്ങി അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ. നമ്മൾ കൂടുതൽ സ്വർണം വാങ്ങുമ്പോൾ അതൊരു അസറ്റ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ നമ്മുടെ കയ്യിൽ കൂടുതൽ പൈസ ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ സ്വർണം വാങ്ങി നമ്മുടെ നിക്ഷേപമായി സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ ആ സമയത്ത് സ്വർണത്തിന്റെ വില കൂടാനാണ് സാധ്യത. അതിനൊരു ഉദാഹരണമാണ് 2022 ഇൻഫ്ലേഷൻ വളരെ കൂടുതലായിരുന്നു. അതായത് പണപ്പെരുപ്പം നമ്മുടെ രാജ്യത്ത് വളരെ കൂടുതലായിരുന്നു. ആ സമയത്ത് സ്വർണ്ണവില ഏകദേശം 5700 രൂപയായിരുന്നു ഒരു ഗ്രാമിന്. ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന ഒരു പ്രൈസ് ആയിരുന്നു അത്. അപ്പോൾ പണപ്പെരുപ്പം ഉണ്ടാകുമ്പോഴും സ്വർണ്ണവില കൂടാനാണ് സാധ്യത. നാലാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ബോണ്ട് ഈൽഡ്സ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റിന്റെ അളവ് കൂടുകയാണെങ്കിൽ സ്വർണത്തിന്റെ വില കുറയാനാണ് സാധ്യത. കാരണം ആളുകൾ എപ്പോഴും ഇൻട്രസ്റ്റ് ഉള്ള വസ്തുക്കൾ മേടിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു എമൗണ്ട് കുറയുകയാണെങ്കിൽ, ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണെങ്കിൽ സ്വർണത്തിന്റെ വില ഉയരാനാണ് സാധ്യതകളേറെ. അതിനൊരു ഉദാഹരണമാണ് 2023 RBI അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചപ്പോൾ ആ സമയത്ത് സ്വർണത്തിന്റെ വില കുറയുകയായിരുന്നു. ഏകദേശം 5700 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന സ്വർണം ഏകദേശം ഒറ്റ ദിവസം കൊണ്ട് 5200 രൂപ എന്നൊരു എമൗണ്ടിലേക്ക് മാറി. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ സ്വർണ്ണവില കുറയുകയാണ് ചെയ്യുന്നത്. അഞ്ചാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ജിയോ പൊളിറ്റിക്കൽ ഇവന്റ്സ് ആൻഡ് ക്രൈസിസ്. ഇപ്പോൾ എന്തെങ്കിലും വാറോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊളിറ്റിക്കൽ ഇഷ്യൂസോ നടക്കുമ്പോൾ അവിടെ സ്വർണത്തിന്റെ പ്രൈസ് ഇൻക്രീസ് ആവാനാണ് സാധ്യതകൾ ഏറെ. അതിനുള്ള ഒരു എക്സാമ്പിളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫെബ്രുവരി 2022 റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചിരുന്ന ആ ഒരു സമയത്ത് സ്വർണത്തിന്റെ വില ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആയി. അപ്പോൾ നമ്മൾ ചിന്തിക്കും റഷ്യയിലും ഉക്രൈനിലും യുദ്ധം നടക്കുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യയിലെ ഗോൾഡിന്റെ പ്രൈസ് ഇൻക്രീസ് ആവുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിക്കും. പക്ഷേ ഇൻക്രീസ് ആവും. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഏകദേശം 10% ഈ ഒരു സ്വർണത്തിന്റെ വിലയിൽ ഒരു വർധനവ് ഉണ്ടാവുകയാണ് ആ ഒരു ടൈം പീരീഡിൽ ഉണ്ടായത്. ഏകദേശം 5500 ആ ഒരു റേറ്റിലായിരുന്നു ആ സ്വർണം അത്ര നാളും ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ടൈം പീരീഡിൽ ഏകദേശം 5700 രൂപ വരെ ഇൻക്രീസ് ആവുകയും ചെയ്തു, ഏകദേശം ഒരു ഗ്രാമിന്. ആറാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ടാക്സേഷൻ ആൻഡ് ഗവൺമെന്റ് പോളിസീസ്. ചില പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ്, ടാക്സസ് ആൻഡ് റെഗുലേഷൻസ് ഇതിലൊക്കെ ചാർജസ് അവർ ഈടാക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്വർണത്തിന്റെ വിലയിലും ഉയർച്ച വരാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. ഇത്തരത്തിൽ ചാർജുകൾ ഈടാക്കുന്നത് മൂലം ഇത് ഗോൾഡ് പ്രൈസ് ഡയറക്ട്ലി ഇൻക്രീസ് ആവാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. അതിനൊരു ഉദാഹരണമാണ് ജൂലൈ 2022 ഗോൾഡിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടിയുടെ ആ ഒരു ചാർജ് ഗവൺമെന്റ് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്വർണത്തിന്റെ വിലയിലും ഉയർച്ചയുണ്ടായി. ആ 2022 ആ ഒരു കാലഘട്ടത്തിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി ഏകദേശം 7.5% ആയിരുന്നു.
പക്ഷെ ആ ഒരു സമയത്ത് ഉയർച്ച, അതായത് ആ ചാർജിന് ചേഞ്ചസ് വരുത്തി ഏകദേശം 12.5 എന്നൊരു റേറ്റിലേക്ക് എത്തിക്കുകയായിരുന്നു. അപ്പോൾ ഒരു രാത്രി കൊണ്ട് ഈ സ്വർണ്ണത്തിന്റെ വില അപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു വിലയിൽ നിന്നും ഏകദേശം 300 രൂപ കൂടുകയാണ് ചെയ്തത്. ഏഴാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഇന്ത്യൻ റുപ്പി വെർസസ് US ഡോളർ. ഈ ഒരു കണക്ഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഡോളറിന്റെ മൂല്യം കൂടുകയാണെങ്കിൽ സ്വർണ്ണത്തിന്റെ വില കൂടാനുള്ള സാഹചര്യങ്ങൾ ഏറെയാണ്. ഉദാഹരണം, ഡോളറിന്റെ മൂല്യം ഉയരുകയാണെങ്കിൽ ഇന്ത്യൻ റുപ്പീസിന്റെ, അതായത് ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുകയാണ് ചെയ്യുന്നത്. ഡോളറിന്റെ മൂല്യം ഉയരുമ്പോൾ ഇന്ത്യൻ റുപ്പീന്റെ മൂല്യം കുറയുന്നു. അതായത് ഇന്ത്യയിലെ സ്വർണ്ണത്തിന്റെ വിലയുടെ പ്രൈസ് ഉയരുകയാണ് അവിടെ ചെയ്യുന്നത്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2023 മുന്നേ നമ്മളൊരു US ഡോളർ വാങ്ങണമെങ്കിൽ ഏകദേശം 74 രൂപയാണ്, ഇന്ത്യൻ മണിയായി 74 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടി വന്നത്. പക്ഷേ 2023 നമ്മളൊരു US ഡോളർ വാങ്ങണമെങ്കിൽ ഏകദേശം ഇന്ത്യൻ റുപ്പീസ് 84 രൂപ കൊടുക്കേണ്ടി വന്നു. അതായത് ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുകയും US ഡോളറിന്റെ മൂല്യം കൂടുകയും ചെയ്തു. ആ സമയത്ത് സ്വർണ്ണത്തിനുണ്ടായ മാറ്റം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആ ഒരു സമയത്ത് സ്വർണ്ണത്തിന്റെ വില 5100 നിന്ന് 5800 മാറുകയായിരുന്നു. ഒരു ചെറിയ ടൈം പീരീഡിനുള്ളിൽ തന്നെ ഇത്രത്തോളം ഒരു വില, സ്വർണ്ണത്തിന്റെ വിലയിൽ ഇത്രത്തോളം ഒരു വലിയ മാറ്റമാണ് ഉണ്ടായത്. അതായത് US ഡോളറും ഇന്ത്യൻ റുപ്പീസും തമ്മിലുള്ള ആ ഒരു കമ്പാരിസണിൽ US ഡോളറിന്റെ മൂല്യം കൂടുമ്പോൾ ഇന്ത്യൻ പ്രൈസിന്റെ, അതായത് ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുമ്പോൾ സ്വർണ്ണത്തിന്റെ വില ഉയരുകയാണ് ചെയ്യുന്നത്. എട്ടാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് മൈനിങ്, പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ ചെയിൻ ഇഷ്യൂസ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് നമ്മൾ സ്വർണ്ണം ഇറക്കുമതി ചെയ്യുന്നത് പല ആഫ്രിക്ക പോലുള്ള കൺട്രികൾ, മൈനിങ് നടക്കുന്ന ആ ഒരു കൺട്രീസിൽ നിന്നാണ്. ഇപ്പോൾ ആ ഒരു കൺട്രി ഈ മൈനിങ്ങിന്റെ അല്ലെങ്കിൽ പ്രൊഡക്ഷന്റെ ഈ ഒരു അളവ് കുറയുകയാണെങ്കിൽ സ്വർണ്ണ വില ഉയരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അവർ മൈനിങ്ങും പ്രൊഡക്ഷനും ചെയ്താൽ മാത്രമേ സ്വർണ്ണം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ സ്വർണ്ണം ഉണ്ടായാൽ മാത്രമേ നമുക്ക് അത് വാങ്ങാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു പക്ഷേ അവരുടെ പ്രൊഡക്ഷനോ അല്ലെങ്കിൽ മൈനിങ്ങിനോ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നാൽ ഓട്ടോമാറ്റിക്കലി സ്വർണ്ണത്തിന്റെ വിലയും ഇൻക്രീസ് ആവും. അതിനൊരു ഉദാഹരണമാണ് 2019 സൗത്ത് ആഫ്രിക്കയിൽ ഒരു മൈനിങ് ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടി വന്നു. അതൊരു വേൾഡ് വൈഡിൽ ആ ഒരു ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഗതിയായിരുന്നു. ആ സമയത്ത് ഇന്ത്യയിൽ ഗോൾഡിന്റെ പ്രൈസ് ഉയരുകയായിരുന്നു. ഏകദേശം 4000 രൂപയോട് അടുപ്പിച്ചായിരുന്നു ആ സമയത്ത് ഇന്ത്യയിലെ ഗോൾഡ് പ്രൈസ്. പക്ഷേ ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ 4800 രൂപയായി സ്വർണ്ണത്തിന്റെ പ്രൈസ് ഉയരുകയാണ് ചെയ്തത്. ഒമ്പതാമതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഗോൾഡ് ആസ് എ ഇൻവെസ്റ്റ്മെന്റ് അസറ്റ്. ETFs അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരൊക്കെ ഈ സ്വർണം വാങ്ങുകയും ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവർ ഇത്തരത്തിൽ ഈ ഒരു ബൈ ചെയ്യുകയാണെങ്കിൽ, അവരൊരു പക്ഷേ ഇത് മേടിക്കുകയാണെങ്കിൽ ഈ ഒരു സ്വർണത്തിന്റെ പ്രൈസ് ഇൻക്രീസ് ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഏകദേശം 2020 ETFs അവരുടെ ഗോൾഡ് ഇൻഫ്ലോ കൂടിയത് കാരണം ഏകദേശം 5600 രൂപ എന്നൊരു വലിയ എമൗണ്ടിലേക്ക് 1 ഗ്രാം സ്വർണത്തിന്റെ വില മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിലും ഈ ഒരു ഗോൾഡിന്റെ പ്രൈസ് ഇൻക്രീസ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പത്താമത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഡിജിറ്റൽ ഗോൾഡ് ആൻഡ് റീറ്റെയിൽ ഡിമാൻഡ്. നമ്മളിപ്പോൾ പല രീതിയിൽ എങ്ങനെയാണ് സ്വർണ്ണത്തിന്റെ ഡിമാൻഡ് കൂടുന്നത്, ഡിമാൻഡ് കുറയുന്നത് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പത്താമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്, നമ്മൾ പറഞ്ഞു ഡിജിറ്റൽ ഗോൾഡ് ആൻഡ് റീറ്റെയിൽ ഡിമാൻഡ്. റീറ്റെയിൽ ആയിട്ട് സ്വർണ്ണം വാങ്ങുന്നവരുടെ അളവ് കൂടുമ്പോഴും സ്വർണ്ണത്തിന്റെ പ്രൈസ് കൂടുതൽ ഉയരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമ്മളിപ്പോൾ ദീപാവലി അതുപോലെ തന്നെ ഓണം, വിഷു പോലുള്ള ഫെസ്റ്റിവൽ സമയം വരുമ്പോൾ ആൾക്കാർ ഗിഫ്റ്റ് ആയിട്ട് സ്വർണം കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഡിമാൻഡ്, മാർക്കറ്റിൽ ഈ ഒരു ഡിമാൻഡ് കൂടി വരികയാണ്. റീറ്റെയിൽ ആയിട്ട് ഒരുപാട് ആളുകൾ സ്വർണ്ണം വാങ്ങുകയാണ്. ആ ഒരു സമയത്തും ഈ ഒരു ഗോൾഡിന്റെ ഡിമാൻഡ് കൂടുകയും ഒത്തിരി ആൾക്കാർ ഇതിന് ആവശ്യമായി വരികയും ചെയ്യുന്ന സമയത്ത് സ്വർണത്തിന്റെ വില അധികമാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതാണ് ഈ ഒരു ഫെസ്റ്റിവൽ സമയത്ത് ഗോൾഡ് പ്രൈസ് ഇൻക്രീസ് ആവാനുള്ള ഒരു കാരണം. അതാണ് അതിനൊരു ഉദാഹരണമാണ് ഈ ഒരു വെഡ്ഡിംഗ് സീസൺ അതുപോലെ തന്നെ ഫെസ്റ്റിവൽ സീസൺ. ആ സമയത്ത് ഞാൻ ഏത് വർഷം ഒന്നും പറയേണ്ട കാര്യമില്ല, എല്ലാ വർഷവും ഈ ഒരു ഫെസ്റ്റിവൽ സമയത്ത് അല്ലെങ്കിൽ ഒരു വെഡ്ഡിംഗ് സീസൺ സമയത്ത് സ്വർണ്ണത്തിന്റെ പ്രൈസ് എപ്പോഴും ഹൈ ആയിരിക്കും. നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ എപ്പോഴാണ് സ്വർണ്ണത്തിന്റെ വില കൂടുന്നത്, എപ്പോഴാണ് വില കുറയുന്നത്, സ്വർണ്ണത്തിന്റെ വില കൂടാനുള്ള കാരണം എന്താണ്, എപ്പോഴാണ് കുറയുന്നത്, അതിനുള്ള കാരണം എന്താണ്, ഇതെല്ലാമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ ഒരു സ്വർണ്ണം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ഏത് സമയത്തായിരിക്കും വില കുറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ഈ ഒരു ഐഡിയ വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതനുസരിച്ച് നിങ്ങൾക്ക് സ്വർണ്ണവും വാങ്ങാവുന്നതാണ്. ഇതുപോലുള്ള ഫാമിംഗ് റിലേറ്റഡ്, മണി റിലേറ്റഡ്, ബിസിനസ് റിലേറ്റഡ് കോഴ്സ് വീഡിയോകൾ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതുപോലെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇനി ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയും. നമുക്ക് പുതിയ വീഡിയോസും ചെയ്യാവുന്നതാണ്.